കാനഡ പാർലമെന്റിലേക്കുള്ള വോട്ടെടുപ്പ് അവസാന ഘട്ടത്തിലാണ്. അഭിപ്രായ സർവേകളിൽ പ്രധാനമന്ത്രിയായ മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടിക്കാണ് മുന്നേറ്റം. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. കാനഡയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് എന്താണ്? ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടി നല്ല ഭൂരിപക്ഷത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലിബറൽ പാർട്ടിക്ക് ഇതുവരെ എണ്ണിയ വോട്ടുകൾ നോക്കുമ്പോൾ ഏതാണ്ട് 137 സീറ്റുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത കൺസർവേറ്റീവ് പാർട്ടി 109 സീറ്റുകളിലാണ്. അതുപോലെ ബ്ലോക്ക് ക്യുബെക്കോസ് എന്ന പാർട്ടിക്ക് 20 സീറ്റുകളിൽ മുന്നേറുന്നുണ്ട്. ഖാലിസ്ഥാൻ അനുകൂല പാർട്ടിയായ NDP 3 സീറ്റുകളിൽ മുന്നേറുന്നുണ്ട്. ഇതുവരെ 10% വോട്ടുകളാണ് എണ്ണിക്കഴിഞ്ഞിരിക്കുന്നത്. ഈ പേപ്പർ ബാലറ്റാണ് കാനഡയിൽ ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ 7.3 മില്യൺ ആൾക്കാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യ വോട്ടുകൾ മൊത്തം 28.9 വോട്ടേഴ്സാണ് ഈ വോട്ട് ചെയ്യുവാൻ യോഗ്യതയുള്ളവർ. ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം ഇന്ന് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വേണം കരുതുവാൻ. കാരണം ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞത് 51ാമത്തെ സംസ്ഥാനമായിട്ട് കാനഡ വന്നിരിക്കണമെന്നാണ് തന്റെ ആഗ്രഹം. ഇപ്പോൾ ഉള്ള ഈ അതിർത്തി രേഖയൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള വെറും ഒരു ആർട്ടിഫിഷ്യൽ ലൈൻ മാത്രമാണ്. കാനഡ ചേർന്നാൽ കാനഡയ്ക്ക് വലിയ നികുതി ഇളവും അതുപോലെ സൈനിക സുരക്ഷയും ഒക്കെ ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തു. ഇത് പക്ഷേ ഈ ഇലക്ഷനെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. കാരണം മാർക്ക് കാർണി, ഇപ്പോൾ ലീഡ് ചെയ്യുന്ന മാർക്ക് കാർണി പറഞ്ഞത് ഇത് കാനഡയാണ്, അതുകൊണ്ട് കാനഡയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുവാൻ ആരും വരണ്ട എന്നാണ് മാർക്ക് കാർണി പറഞ്ഞത്. അതുപോലെ എതിർ സ്ഥാനാർത്ഥി പേഴി പോലുവഴയും ട്രംപിനെ നിരവധികം തള്ളിപ്പറയുകയുണ്ടായി. ഒരിക്കലും 51ാമത്തെ സംസ്ഥാനമായി കാനഡ വരുത്തില്ല എന്നാണ് പറഞ്ഞത്. ഈ തീരുവ ഈ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. മുതിർന്ന വോട്ടർമാരെല്ലാം ഈ തീരുവയെ ബേസ് ചെയ്തുകൊണ്ടുള്ള വോട്ടെടുപ്പാണ് നടന്നത്. അതുകൊണ്ട് തന്നെ മാർക്ക് കാർണി നേരത്തെ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിലായിരുന്നു കാലാവധി ഉള്ളത്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇലക്ഷനെ നേരിട്ടത് അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള സൂചനയാണ് ഈ ആദ്യ ഫല സൂചനകൾ നമുക്ക് നൽകുന്നത്. എസ് കെ വിവരങ്ങൾ നൽകിയത് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന്.